ആരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ വരുന്നേ. എന്തൊക്കെയാണ് ഗൈസ് കാണുന്നത്? നമ്മൾ കേട്ട ഒരു ന്യൂസാണ്. വ്ളോഗർ ജുനൈദ് വാഹന അപകടത്തിൽ മരിച്ചു എന്നുള്ളത്. മഞ്ചേരിയിലെ തൃക്കലങ്ങോട് മരത്താണിയിലായിരുന്നു. ബൈക്ക് അപകടത്തിലാണ് മരണം എന്നാണ് പറയുന്നത്. രാത്രി ബൈക്ക് മറിഞ്ഞിട്ടുള്ള അപകടമായിരുന്നു. ചോര വാർന്ന് കിടക്കുകയായിരുന്നു. പിന്നീട് ആൾക്കാരെ എത്തിച്ചപ്പോഴത്തേക്കും മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു ന്യൂസ് പുറത്ത് വന്നതിന് ശേഷം നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന ആൾ ചെയ്തൊരു വീഡിയോ ഉണ്ട്. എൻ്റെ പൊന്നോ, അതിൻ്റെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത്. അപ്പം നമ്മൾ ഒരാൾ മരിച്ച ഒരാളോടുള്ളൊരു മിനിമം റെസ്പെക്റ്റ് പോലും ഇല്ലാതെ മരിച്ച മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ അയാളെ കളിയാക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ആ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം പറയാം, ജുനൈദ്, വ്ളോഗർ ജുനൈദ് എന്ന് പറയുന്ന ആളെ പറ്റി റീസെൻ്റ്ലി ഒരു 2 ആഴ്ച മുന്നേ ഒരു കേസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിരുന്നു. അതിൽ പറയുന്നത് ഏതൊരു പെൺകുട്ടീനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് 2 വർഷത്തോളം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ വ്ളോഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് നടന്നിട്ട് ഏകദേശം 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പം ആ ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയതിന് ശേഷം അയാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്ന മാട്രിമോണി വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു എന്നും അവർ തമ്മിൽ എന്തോ ബിസിനസ് തരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ കേസ് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ജുനൈദ് ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു കേസ് നടന്നിട്ടുണ്ട് 2 ആഴ്ച മുന്നെയാണ്. പിന്നെ ഈ പറയുന്ന ജുനൈദിൻ്റെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ ആക്ച്വലി ഇഷ്ടംപോലെ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കോമഡി ടൈപ്പ് റീൽസാണ് ആൾ ചെയ്തിരുന്നത്. ഇപ്പം നമ്മുടെ ജോസഫിലെ ആ ഒരു സങ്കടകരമായ പാട്ട് വരെ ആൾ ചെയ്ത റീൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകുമായിരുന്നു. പക്ഷേ അത് കളിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഔചിത്യബോധം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എവിടെ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊരു ബോധമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഈ മരിച്ചുപോയ ജുനൈദിനെ കുറിച്ച് നേരത്തെ പല ട്രോളുകളും കാര്യങ്ങളും വീഡിയോകളും ആളുടെ റീൽസിനെ പറ്റിയുള്ള കമൻറ്റും ഈവൻ ഈ കേസ് വന്നതിന് ശേഷം ഒരുപാട് ട്രോൾസ് ഇറങ്ങിയിട്ടുണ്ട്. കേസ് വന്നതിന് ശേഷം ആൾ പുറത്തിറങ്ങി ചെയ്ത വീഡിയോയ്ക്ക് വരെ ട്രോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ജുനൈദ് എന്ന് പറഞ്ഞ ആൾ മരിച്ചു എന്നറിഞ്ഞിട്ട് അതിനെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താ പറയുക? വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ അതില്ലാതെ വയ്യം നെഞ്ചോരം നീ മാത്രം. ഈ രീതിയിലായിരുന്നു മറ്റൊരു ഡാൻസ് കളിച്ചത്. അല്ല കണ്ട് സ്റ്റെപ്പ് കാണാൻ പാടായി. അപ്പോൾ ഇതായിരുന്നു ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്. അപ്പം ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഈ ജുനൈദ് മരിച്ച വാർത്ത കേട്ടിട്ട് ചെയ്ത വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഇതാണ്. അയാളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ പോലെയാണ് തുടങ്ങുന്നത്. ഒരു എന്തൊക്കെ ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ഒരിക്കലും ഒരാൾ മരണം കൊണ്ട് പുണ്യാത്മാവോ വിശുദ്ധനോ ഒന്നും ആവുന്നില്ല. പക്ഷേ നമുക്കൊരു ബേസിക് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മനുഷ്യത്വമുണ്ട്. അപ്പം മണിക്കൂറുകൾ പോലും പിന്നിടാത്ത, മരിച്ചിട്ട് മണിക്കൂറുകൾ പോലും പിന്നിടാത്ത ഒരാളെ പറ്റി ഇത്രയും മോശം രീതിയിൽ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ എന്ത് ഔചിത്യബോധമാണ് അവിടെ കൈസ് കാണിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ആ വീഡിയോയുടെ അടിയിൽ തന്നെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ വീഡിയോയ്ക്കും ഫുൾ സപ്പോർട്ടായിരുന്നു, ബട്ട് മരിച്ചു പോയ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പരിഹസിച്ച് വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ അവൻ്റെ മരണം വിറ്റ് കാശുണ്ടാക്കി, മനുഷ്യൻ്റെ ഇറച്ചി തിന്നല്ലേ. അടുത്ത കമൻറ്റ് നോക്കാം. മരണം കൊണ്ട് ആരും വിശുദ്ധനാവുന്നില്ല, എന്നാലും ഒരാളുടെ അവസാന യാത്രയിൽ അല്ലെങ്കിൽ അല്പമെങ്കിലും മാന്യത കാണിക്കുക എന്നത് നമ്മുടെ കടമയാണ്. പാവം, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പലരും ആ വീഡിയോയുടെ കൈസ് ചെയ്ത റിയാക്ഷൻ വീഡിയോയുടെ ഇടയിൽ വന്ന് എല്ലാവരും അതിനെ എതിർത്തുകൊണ്ട് ഈ ചെയ്ത ആ ഒരു റിയാക്ഷൻ വീഡിയോ, ആ പരിഹാസത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. മരിച്ച ആളെ കളിയാക്കാനും വേണം അന്തസ്സ്. എന്തോ ആവട്ടെ, നിങ്ങളിപ്പോൾ ചെയ്തത് ശരിയായില്ല. പുള്ളി മരിച്ചു പോയതല്ലേ, പുള്ളി മരിച്ചതല്ലേ, ഇങ്ങനെയൊക്കെ ഇടണോ? ഷോക്ക് ആയതുകൊണ്ടാണോ നിങ്ങൾ ഇപ്പോൾ കളിയാക്കി കൊണ്ട് വീഡിയോ ഇട്ടത്? ഇങ്ങനെ പല പല കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് ബോക്സ് തന്നെ അവർക്കെതിരാണെന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. കായ്സ് ആ വീഡിയോ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കമൻറ്റ് ബോക്സ് വേണമായിരുന്നോ ഈ ഒരു ഔചിത്യബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സ് വേണമായിരുന്നു, ഒരു മനുഷ്യത്വം കാണിക്കാൻ വേണ്ടിയിട്ട്? എന്ത് ടൈപ്പിലുള്ള ആളായിക്കോട്ടെ, എന്തൊക്കെ ചെയ്ത ആളായിക്കോട്ടെ, എങ്ങനെയുള്ള ആളായിക്കോട്ടെ, അപ്പം അയാളുടെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട്, അയാളുടെ റീൽസിന് ട്രോളുകൾ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെയാണെങ്കിലും മരിച്ച് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ
ഒട്ടും യോജിക്കാൻ സാധിക്കില്ല. ഒരിക്കലും അത് ന്യായീകരിക്കാനും കഴിയില്ല. അതൊരു കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോ ആണ്. മരണത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ് ഷോക്കായി പോയെന്നും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ അത് ആ തുടക്കം തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇത് എന്താണ് ആ കാണിച്ച് വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ എന്താണേലും വീഡിയോ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കിയാൽ തന്നെ അതൊന്നും കാണാൻ പറ്റില്ല. വീഡിയോ ടേക്ക് ഓഫ് ചെയ്തു. കമൻറ്റ് ബോക്സിൽ ഈ പറയുന്ന ആൾക്കാരുടെ പ്രതികരണം കണ്ടിട്ട് ബോധം ഉദിച്ചിട്ടാണെന്ന് തോന്നുന്നു വീഡിയോ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആൾ ചെയ്തതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് താഴെ പറയും. ഓക്കെ, ബൈ.